കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ രജിസ്റ്റർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ അന്വേഷണ പുരോഗതി SIT ഹൈക്കോടതിയെ നേരിട്ടറിയിക്കും. തൊഴിൽ ചൂഷണവും സ്ത്രീകൾക്കെതിരായ അതിക്രമവും അവസാനിപ്പിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ പുരോഗതി സർക്കാരും ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ വിഷയത്തിൽ നിർണായകമായ ഒരു പോയിന്റാണിത്. എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു എന്നത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അക്കാര്യത്തിൽ എത്ര ദൂരം ഇവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എപ്പോഴായിരിക്കും കോടതി ഈ ഹർജികൾ പരിഗണിക്കുക? സുജാത, ഉച്ചയോടുകൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരാതികൾ ഉയർന്നു വരികയും ചില വെളിപ്പെടുത്തലുകൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അങ്ങനെ ചില കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അത് മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു തുടർ പ്രക്രിയ നമ്മൾ കണ്ടതാണ്. ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഈ എടുത്ത കേസുകൾ ഏതാണ്, അതിൻ്റെ ഒരു പുരോഗതി എന്താണ്, നടപടിക്രമങ്ങൾ എവിടം വരെ എത്തി നിൽക്കുന്നു, ചില കേസുകൾ കോടതിയിലേക്ക് പോകുന്നു, ചില പ്രതികൾ അതിൽ ജാമ്യം നേടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്ന കേസുകളുടെ ഒരു സ്റ്റാറ്റസ് സംബന്ധിയായ കാര്യങ്ങൾ മുഴുവൻ വിശദാംശങ്ങളും ഇന്ന് കോടതിക്ക് മുൻപാകെ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുകയും ചെയ്യും. ഇതിൽ സുപ്രീം കോടതിയിൽ തന്നെ ഇത് പരിഗണനയ്ക്ക് വരുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ കേസ് ഹൈക്കോടതിക്ക് മുൻപാകെ ഇതാദ്യമായാണ് പിന്നീട് പരിഗണനയിലേക്ക് വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു പുരോഗതി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന, അതായത് ആ നിർമ്മാണത്തിൻ്റെ ഒരു കരട് രൂപത്തിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അത് ആ വിനോദ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം, സ്ത്രീകൾക്കെതിരെ അതിക്രമം, ഇത് തടയിടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, നിയമപരമായി സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ഒരു കരട് രൂപം എന്താണ്, അതിൻ്റെ ഒരു തുടർ നടപടികൾ എന്താ എന്നത് ഇന്ന് കോടതിക്ക് മുൻപാകെ വിശദീകരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലുമുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് കോടതിക്ക് മുൻപാകെ എത്തുന്നത്. പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസുകൾ പരിഗണിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കേസ് പരിഗണനയിലേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ.